പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. ഓരോ ദിവസവും അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തുന്ന ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ആ കർത്താവിന്റെ വലിയ സ്നേഹത്തിനായിട്ടും കർത്താവിന്റെ തെരഞ്ഞെടുപ്പിനായിട്ടും കർത്താവ് എന്നെ നിങ്ങളെയും വിളിച്ച ആ വിളിക്കായിട്ടും കർത്താവിനെ സ്തുതിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ കയ്യിലെല്ലാം ഫോണുണ്ട്. നമ്മൾ ഓരോ ദിവസവും പലരെയും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരെ വിളിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ കർത്താവ് എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുന്നു എങ്കിൽ അതിന്റെ പിന്നിൽ കർത്താവിന് നിശ്ചയമായിട്ടും ഒരു ഉദ്ദേശമുണ്ട്. ദർ ഇസ് എ പർപ്പസ് ബിഹൈൻഡ് യുവർ കോളിംഗ്. നിങ്ങളുടെ വിളിയുടെ പുറകിൽ കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ ഉറപ്പോടെ ഒരു കാര്യം ദൈവമക്കളോട് എല്ലാവരോടും പറയാം. എന്റെ കർത്താവ് ആരുടെയും ജീവിതത്തിൽ ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല, നല്ലതല്ലാതെ ഒന്നും ചെയ്യത്തില്ല. യാക്കോബിന്റെ ലേഖനം പറയുകയാണ്, അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന കർത്താവല്ല. ഒരിക്കലും കർത്താവ് ദോഷം ചെയ്യത്തില്ല. കാരണം കർത്താവിന്റെ കയ്യിൽ തിന്മയില്ല. ദൈവരാജ്യത്തിൽ ഉള്ളത് മാത്രമേ കർത്താവിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? ദൈവവചനം പറയുകയാണ്, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും സ്വർഗത്തിൽ വെളിച്ചത്തിന്റെ പിതാവിൽ നിന്ന് വരുന്നു. അപ്പം വെളിച്ചത്തിന്റെ പിതാവിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ എന്തേ ഉള്ളൂ? നല്ലത് മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ളതേ തരാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൽ നല്ലത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ലത് മാത്രമേ ദൈവരാജ്യത്ത് നിന്ന് വരത്തുള്ളൂ. ആ ബോധ്യം വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ഉള്ളിൽ ആ ബോധ്യം ഉണ്ടായിരിക്കണം. ഞാനിന്ന് വേഗത്തിൽ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദോഷമായിട്ട് എന്റെ കർത്താവ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. നല്ലത് മാത്രമേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ആ ഉറപ്പും ധൈര്യവും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാം. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ആ ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവവും പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ച ഒരു കാര്യവും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ ചെയ്ത് ഗിവിംഗ് ഇൻ ടു ദ കിങ്ഡത്തെ കുറിച്ച് നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തു. അതായത് പ്ലാൻസ് ടു പ്രോസ്പർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഒരു കീ ആണ് ഗിവിംഗ് ഓർ സോയിങ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിൽ വിതയ്ക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ ആ വീഡിയോയുടെ താഴെ ഒരു നെഗറ്റീവ് കമന്റ് അതിന്റെ താഴെ വരാനിടയായി. അപ്പൊ ഞാൻ ഈ കമന്റ്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നെഗറ്റീവ് കമന്റ് കണ്ടു. അത് ഞാൻ പിന്നെയും പുറകോട്ട് പോയി ആ കമന്റ് ഒന്നുകൂടെ വായിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പം പിന്നെ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് വായിച്ചു. ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാര്യം ഓർപ്പിച്ചു. എനിക്ക് ഒരാലോചന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നും എനിക്ക് ലഭിച്ചു. എന്നോട് പരിശുദ്ധാത്മാവ് ചോദിച്ചു, 100 കണക്കിന് നോക്ക് പോസിറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ 100 കണക്കിന് അതിന്റെ അകത്ത് താങ്ക് യു ജീസസും പ്രൈസ് ദി ലോർഡും ആമീനും വി ഗ്ലോറിഫൈ ദി ലോർഡും അങ്ങനെ 100 കണക്കിന് അനുഗ്രഹിക്കപ്പെട്ട നോക്ക് കമന്റ്സ് അവിടെ കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിന്റെ കണ്ണ് ഈ നെഗറ്റീവ് കമന്റിൽ മാത്രം പോകുന്നത്? എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതാണ്. ഞാൻ ദൈവമക്കളോട് അതിൽ നിന്നൊരു ചിന്ത പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡോണ്ട് ലുക്ക് ഇൻ ടു ദ നെഗറ്റീവ് സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം, ഇന്ന് തരണം ചെയ്യേണ്ട പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം. ആ പ്രതിസന്ധികളിൽ നിന്ന് നമ്മുടെ ആ പ്രതിസന്ധികളെ നോക്കുമ്പോൾ പിന്നെ അതിനെ നോക്കാനും ശ്രദ്ധിക്കാനും നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കും. എന്നിട്ട് മനസ്സ് പല നുണകളും നമ്മളോട് പറയും. അത് പിന്നെയും അതിലോട്ട് തന്നെ നോക്കിച്ച് പല കാര്യങ്ങളും മനസ്സ് നമ്മളോട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ കർത്താവ് ചെയ്ത നന്മകൾ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, കർത്താവ് തുറന്ന വഴികൾ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അതൊക്കെ പിന്നെ ഓർക്കുകയും താങ്ക് യു അതിനൊക്കെ ഒന്ന് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഈ നെഗറ്റിവിറ്റി, ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധികൾ നമ്മളിൽ നിന്ന് ഒലിച്ചു പോകുന്നത് കാണാനിടയാകും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചിന്ത എന്റെ മനസ്സിൽ വന്ന് അത് കഴിഞ്ഞ് ഞാൻ ദൈവവചനം പെട്ടെന്ന് വായിക്കുമ്പോൾ മത്തായി സുവിശേഷം അതിന്റെ 13-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഒരു ഉപമയിലേക്ക് പെട്ടെന്ന് എന്റെ കണ്ണ് ഏറാനിടയായി. കർത്താവ് ഒരു ഉപമ മത്തായി സുവിശേഷം 13 അതിന്റെ 24 നോക്കുക. കർത്താവ് ഒരു ഉപമ പറയുകയാണ്. അവർക്കൊരു ഉപമ പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ
ഉറങ്ങുമ്പോൾ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറ് വളർന്നു, കതിരായപ്പോൾ കളയും കാണുമാറുണ്ട്. അപ്പം രണ്ടും കൂടെ ഒരു സൈഡിൽ നോക്ക്, നല്ല വിത്ത് അത് കിളുത്ത് വന്ന് അതിൽ കതിരായി അത് വളർന്നുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ ദീർഘം ടയർ അല്ലെങ്കിൽ കുറച്ച് വീഡ്സ് അതിന്റെ കൂടെ അതിനോട് ചേർന്ന് വളരുകയാണ്. അപ്പം കളയുണ്ട് ഇതിനകത്ത്. നോക്ക്, നല്ല കതിരുള്ളതും നല്ല മാറ്റമുള്ളതും കൊണ്ട് കളയുമുള്ളതും കൊണ്ട്. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും ലോകത്തിൽ ഞാനും നിങ്ങളും കടന്നു പോകുന്ന പല കാര്യങ്ങൾ. ഇതിന് ചില പ്രതിസന്ധികളുമുണ്ട്. അത് നമ്മുടെ അവസാന ദിവസം വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തരണം ചെയ്യേണ്ട വിഷയങ്ങളും പ്രതിസന്ധികളും കാണും. എന്നാൽ പ്രിയപ്പെട്ട അതുപോലെ തന്നെയാണ് പ്രൈസ് നോക്കിക്കേ, ദൈവം ചെയ്ത നന്മകളും ദൈവം ചെയ്ത അത്ഭുതങ്ങളും. എന്നോട് കർത്താവ് ഹോളി സ്പിരിറ്റ് പറഞ്ഞത്, എന്തിനു വേണ്ടിയാണ് നീ ആ നെഗറ്റീവായിട്ടുള്ള കമന്റ് നോക്കുന്നത്? അതിന്റെ അകത്ത് എത്രയോ നല്ല കമന്റ്സ് അതിന്റെ അകത്തുണ്ട്, എത്രയോ നല്ലത് അതിന്റെ അകത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിന്റെ അറ്റൻഷൻ ഈ നെഗറ്റീവിലോട്ട്, നമ്മുടെ വിഷയങ്ങളിലോട്ടാണ് പലപ്പോഴും നമ്മൾ നോക്കുന്നത്. വിഷയങ്ങളിലോട്ട് നോക്കാതെ വിടുവിക്കാൻ കഴിവുള്ള ആ കർത്താവിലോട്ടൊന്ന് നോക്കിക്കേ. ഇവിടെ നോക്ക്, കർത്താവ് ഉപമ പറയുമ്പോൾ അത് വളർന്നു വന്നപ്പോൾ നോക്ക്, നല്ല കതിരായിട്ട് ഒരു ഭാഗത്ത് വളർന്നു നിൽക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ എന്ത് വളർന്നിട്ടുണ്ട്? അതിനോട് ചേർന്ന് തന്നെ കളയും വളർന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും അവസാന ദിവസം വരെ തരണം ചെയ്യേണ്ട ചില പ്രതികൂലങ്ങളും ചില പ്രശ്നങ്ങളും നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിലുണ്ടാകും. അത് പക്ഷെ ഒന്നിന്റെയും അവസാനമല്ല. ഇവിടെ നോക്ക്, യേശു പറഞ്ഞ ഉപമ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത്. യേശു പറഞ്ഞ ഉപമയ്ക്കകത്ത് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ച് കൂട്ടുവാൻ സമ്മതമോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. യജമാനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ വേണമെങ്കിൽ പോയിട്ട് ആ കളയെല്ലാം എന്ത് ചെയ്യാം, അത് പിഴുത് അത് മാറ്റിക്കളയാം. അതിന് അവനില്ല. പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ കൂട്ടത്തിൽ പിഴുതു പോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. ആ രണ്ട് വിഷയവും കൂടെ എന്ത് ചെയ്യുകയാണ്, അത് കൊയ്ത്തോളം, അത് പറിച്ചു മാറ്റാനല്ല പറഞ്ഞ്. പക്ഷെ അതിന്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം, കോതമ്പിന്റെ മാറ്റ് ഒരിക്കലും കളയ്ക്ക് തകർത്ത് കളയാൻ പറ്റത്തില്ല. ദ വീഡ് ഇസ് വീഡ് ആൻഡ് ദ വീറ്റ് ഇസ് വീറ്റ്. വീറ്റ് എപ്പോഴും കോതമ്പ് എപ്പോഴും കോതമ്പ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ദൈവമക്കൾ. നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവമക്കളാണോ? നിങ്ങൾ കെടുന്ന ബീജത്താലല്ല, ദൈവവചനം പറയുകയാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും, നിങ്ങൾ വേറെ മാറ്റാണ്. അകത്തിരിക്കുന്ന സ്റ്റഫ് വേറെയാണ്, അകത്തിരിക്കുന്ന പുനരുദ്ധാന ശക്തി വേറെയാണ്. അതിനെ തകർത്ത് കളയാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധിക്കത്തില്ല. നിങ്ങളെ തകർത്ത് കളയാൻ ഒരു കാറ്റിനോ ഒരു പ്രതിസന്ധിക്കോ ഒരു കൊടുങ്കാറ്റിനോ ഒരു പ്രതികൂലത്തിനോ ഒന്നും ദൈവമക്കളെ നിങ്ങളെ തകർത്ത് കളയാൻ സാധിക്കത്തില്ല. അതിന്റെ അകത്ത് കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിൽ വഴി ഒരുക്കിയിരിക്കുന്നത് പോലെ വഴിയൊരുക്കുക. കർത്താവ് അത് പറിച്ചു കളയാനല്ല പറഞ്ഞത്. ഉവ്വം പറയുമ്പോൾ ആ കള പറിച്ചു കളയാൻ, അതവിടെ നിൽക്കട്ടെന്നേ. ആ നോക്ക്, കൊയ്ത്ത് കാലമാകുമ്പോൾ കള എവിടേക്ക് പോകും? കള തീക്കകത്തോട്ടും പോകും. നോക്ക്, കോതമ്പ് എങ്ങോട്ട് പോകും? കോതമ്പ് കളപ്പുരയിലേക്ക് പോകും. നിങ്ങൾ കോതമ്പ്, യുവർ വീറ്റ്, നിങ്ങൾ ദൈവം വിതച്ചതാണ്, ദൈവം തെരഞ്ഞെടുത്തതാണ്, തന്റെ രക്തത്താൽ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവവചനം പറയുകയാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ എന്നെ നിങ്ങളെയും വീണ്ടും ജനിപ്പിച്ചെങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനും, ഒരു പ്രതികൂലത്തിനും ഒരു വിഷയത്തിനും എന്നെ നിങ്ങളെയും തകർത്ത് കളയാൻ സാധിക്കത്തില്ല. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവവചനം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോ വെപ്പൺ അഗൈൻസ്റ്റ് യു വിൽ പ്രോസ്പർ. നിങ്ങളുടെ എതിരെ വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരായുധവും ഫലിക്കത്തില്ല എന്നുള്ളത് തന്നെയാണ്. ഒന്ന് വിശ്വസിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പം ആ വിഷയം നന്മയാണോ? അതെ, ആ വിഷയം നന്മയാണ്. ആ വിഷയത്തിന്റെ അകത്താണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, അത് തക്ക സമയമാകുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ ഉറപ്പോടെ പറയാം, അത് തക്ക സമയമാകുമ്പോൾ. ചിലപ്പോൾ പലതിനും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. വെയിറ്റിംഗ് പീരീഡ് ഒരിക്കലും നമ്മുടെ തകർച്ചയ്ക്കായിട്ടില്ല. നോക്ക്, കഴിഞ്ഞ 5 വർഷമായിട്ട് എന്റെ കാലിന്റെ മുട്ടുകൾ രണ്ടും റീപ്ലേസ്മെന്റ് പറഞ്ഞിരുന്ന 5 വർഷമായിട്ട് ഐ വാസ് സഫറിങ്. 5 വർഷമായിട്ട് എനിക്ക് ശക്തമായ വേദനയുണ്ടായിരുന്നു, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ നടക്കുന്നത് കാണുമ്പോൾ 8-10 എന്ന് പറഞ്ഞു
നടന്നുകൊണ്ടിരുന്ന. പലരും ചോദിക്കും, നടക്കുന്നത് കാണുമ്പം തന്നെ കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലിലോട്ട് കയറുമ്പം ആ ഹോട്ടലിലെ സെക്യൂരിറ്റി എന്നെ പിടിച്ച്, ഒരു വളരെ പ്രായമുള്ള ഒരു വ്യക്തിയെ പിടിച്ചു കയറ്റുന്നത് പോലെ എന്നെ പിടിച്ച്, പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പം എന്നെ പിടിച്ച് ആ വ്യക്തി കയറ്റാനിടയായി. അപ്പോൾ വാസ്തവത്തിൽ അന്നേരം ഒക്കെ എനിക്ക് വേദന, ഈ ഒരു ലെവലിലായല്ലോ. ഡോക്ടേഴ്സ് പറഞ്ഞത് സർജറി അല്ലാതെ മുട്ടിന് ഒരിക്കൽ തേയ്മാനം വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് നോക്ക്, അവിടുന്ന് പിന്നെയും വേഴ്സ് ആകാതെ വേണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ വേഴ്സ് ആകാതെ വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ ഒരിക്കൽ തേയ്മാനം ഉണ്ടായത് അതെന്നും തേയ്മാനം ഉണ്ടായതാ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, മരിച്ചതിനെ ജീവിക്കുന്ന, അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. ഗോഡ് ഈസ് എൻ എക്സ്ട്രാ ഓർഡിനറി സ്ട്രാറ്റജിസ്റ്റ്. എന്റെ കർത്താവിന് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഒന്ന് വിശ്വസിച്ച്, ചില കാര്യങ്ങളൊക്കെ ചിലപ്പം ചിലതൊക്കെ ഡിലേഡ് ആയിട്ട് വരും, ചിലതൊക്കെ ലേറ്റ് ആയിട്ട് വരും. ആ ലേറ്റ് ആയിട്ട് വരുന്നതും ഡിലേഡ് ആയിട്ട് വരുന്നതും അത് എന്റെ ജീവിതത്തിൽ ദാറ്റ് വിൽ ബി ദ ബിഗസ്റ്റ് ബ്ലെസ്സിംഗ് എന്ന് ഒന്ന് വിശ്വസിച്ച്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് അറിയത്തില്ല, ഏത് മീറ്റിംഗിലാണ് ഇത് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പം മേ ബി ഒരു 10-12 ഡേയ്സായി, 10-12 ദിവസമായി എന്റെ കാലിന് ഒരു വേദനയുമില്ല. ഐ ഫീൽ നോ പെയിൻ. ഐ എം ടോട്ടലി ഹീൽഡ് ആൻഡ് ടോട്ടലി ഡെലിവേർഡ്. ഇനി പോയി എനിക്കൊരു സ്കാൻ ഒന്ന് എടുത്ത് നോക്കണമെന്നുണ്ട്. ഐ എം ടോട്ടലി ഹീൽഡ്. എനിക്കൊരു എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് സ്റ്റെപ്പുകൾ കയറാൻ പറ്റുന്നുണ്ട്. ഞാൻ ഓരോ ചുവട് എടുത്തു വെച്ചാണ് നമ്മുടെ സ്റ്റേജിൽ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഇവിടുത്തെ സഹോദരങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ വളരെ വേദനയോടെയാണ് പലപ്പോഴും നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ സഹോദരങ്ങൾ പലരും അതൊക്കെ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്റെ മൊബിലിറ്റി പൂർണ്ണമായിട്ടും മടങ്ങി വന്നു, എന്റെ കാലിന് പൂർണ്ണമായിട്ടും ശക്തി മടങ്ങി വന്നു. എന്നാൽ പ്രൈസ് നോക്ക്, എന്റെ കാല് ബലം എന്റെ കാലിന് വന്നു, ആ വേദന പൂർണ്ണമായി മാറി. ഞാൻ പറഞ്ഞത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ചിലതൊക്കെ ഇന്ന് നെഗറ്റീവായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ് ഡോണ്ട് ലുക്ക് ഇൻ ടു നെഗറ്റീവ്. എനിക്ക് വേണമെങ്കിൽ ഇതിന്റെ എനിക്ക് വേദനയാണ്, ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആളാണ്, നോക്ക് സുവിശേഷം പറയുന്ന ആള്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്തുമാത്രം ഹീലിംഗ് ആണ് കാണുന്നത്, എന്നാൽ എന്റെ ശരീരത്തിന് മാത്രം എന്തുകൊണ്ടാണ്? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പരാതികളും പെറുപെറുപ്പും ഒക്കെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. എന്നാൽ ആ പരാതിയും പെറുപെറുപ്പും ഒന്നും പറയാതെ ആ കർത്താവിലോട്ടൊന്ന് നോക്കി, കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി, എന്റെ കർത്താവ് മതിയായവനാണ്, എന്റെ കർത്താവ് ശക്തനാണ്, എന്റെ കർത്താവിന് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒന്ന് വിളിച്ചൊന്ന് പറയാൻ തുടങ്ങിക്കേ, യു വിൽ സീ മിറക്കിൾ അപ്പോൺ മിറക്കിൾ. അത്ഭുതത്തിന്റെ പിന്നാലെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാനിടയാകും. എന്റെ പ്രിയപ്പെട്ടവരെ, തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാമായിരുന്നു. പ്ലീസ്, എന്നാൽ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ പറയുന്ന, ഷീനായിക്ക് അറിയാം, ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മുട്ടല് പ്ലീസ്, ഈ മുട്ട് വെച്ച് തന്നെ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിക്കും. ഐ വിൽ ലീവ് മൈ എൻറ്റയർ ലൈഫ് വിത്ത് ദിസ് നീ. ഈ നീ തന്നെ, ഓപ്പറേഷൻ ചെയ്ത ഒരു നീ ആയിട്ടല്ല, ഈ നീ വെച്ച് തന്നെ, ഈ മുട്ട് വെച്ച് തന്നെ ഞാൻ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദോഷമൊന്നും ചെയ്യത്തില്ല. ചില കളയൊക്കെ വളർന്ന് എടെ വന്നെന്നിരിക്കാം, പക്ഷേ കൊയ്ത്ത് കാലം കഴിയുമ്പം നോക്ക്, ഒരിക്കലും കളയ്ക്ക് നിങ്ങളെ ഡിവാല്യൂ ചെയ്യാൻ പറ്റത്തില്ല. പ്രതിസന്ധികൾക്ക് നിങ്ങളെ ഒരിക്കലും താക്കാൻ സാധിക്കത്തില്ല. ആ പ്രതികൂലങ്ങളിൽ നിങ്ങൾ ഒരിക്കലും തകർന്ന് വീഴാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. അതിന്റെ അകത്ത് കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിൽ വഴി വെച്ചിരിക്കുന്നത് പോലെ എന്റെ കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ചില വഴികൾ ഒരുക്കും. സോ ഡു നോട്ട് വെറി. തല ഉയർത്തി പിടിച്ചോ. ഒന്നിനും, ഒരു പ്രതികൂലത്തിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഐ നോ ദ പവർ ഓഫ് ഗോഡ് ഈസ് ഗോയിങ് ടു മൂവ്. ചില വ്യക്തികൾക്ക് അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഉണ്ടാകും. ചില ശരീരങ്ങളെ കർത്താവ് തൊടാൻ ആഗ്രഹിക്കുകയാണ്. ചില പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അത്ഭുതകരമായ ചില വഴികൾ തുറക്കും. എന്റെ കർത്താവിന്റെ കരം ചില വിഷയത്തിന്റെ അകത്ത് ഇറങ്ങി വരും. ചില വീടിന്റെ ഉള്ളറകളെ കർത്താവ് തൊടും. ദുഃഖിച്ചിരിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ, എന്റെ ജീവിതം ഇങ്ങനെയായല്ലോ, ഞാൻ ആ വീണ്ടും ആ അത് നിങ്ങൾ അവത്തിലോട്ട് ഡോണ്ട് ലുക്ക് ഇൻ ടു ഇറ്റ്. ആ ഇഷ്യൂസിലോട്ട് നോക്കാതെ, ആ വിഷയങ്ങളിലോട്ട് നോക്കാതെ, വിടുവിക്കുന്നവനിലോട്ട് മാത്രം നോക്കിക്കേ. ആ വിഷയത്തിലോട്ട് നോക്കാതെ ദൈവം ചെയ്യുന്ന നന്മകളിലോട്ട് മാത്രം നോക്കിക്കേ. ടോക്ക് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് പറഞ്ഞേ. വേണമെങ്കിൽ എനിക്ക് പറഞ്ഞുകൊണ്ട് എന്റെ കാലിന് വേദന, ഐ വാസ് പെയിനിങ്,
എന്റെ കാല് അതിശക്തമായി പലപ്പോഴും ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഇരുന്നോണ്ട് അങ്ങ് പ്രസംഗിക്കാം. ഞായറാഴ്ച ദിവസം എനിക്ക് അവിടെ വചനം പറയാൻ എഴുന്നേറ്റ് നിൽക്കേണ്ടപ്പം ഇന്ന് ഇരുന്നോണ്ടങ്ങ് പ്രസംഗിച്ചാൽ എന്നാ എനിക്ക് ചിലപ്പം ശക്തമായ വേദനയാണ്, ഇരുന്നോണ്ടങ്ങ് പ്രസംഗിക്കാം എന്നൊക്കെ ഞാൻ പലപ്പോഴും. പക്ഷേ ഞാൻ എങ്ങനെ ഇരുന്നോണ്ട് പ്രസംഗിക്കാമെന്നൊരു ഐഡിയ ഇടുമ്പോൾ പരിശുദ്ധാത്മാ പറയും, നീ ഇന്നിരുന്നാൽ നിന്റെ ജീവിതകാലം മുഴുവൻ നീ ഇരിക്കേണ്ടതായിട്ട് വരും. ഞാൻ ആ വേദനയിലും അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിച്ചു. പക്ഷെ എന്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ദൈവവചനം പത്രോസ്ലീഹ പറയുന്നത് പോലെ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ശക്തിയുള്ള ഭുജത്തിന്റെ കീഴിൽ താണിരിപ്പീൻ. ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് താന്നിരുന്നാൽ മതി. എന്റെ കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും, എന്റെ കർത്താവ് മാനിക്കുക തന്നെ ചെയ്യും. ദോഷമായിട്ടൊന്നും ജീവിതത്തിൽ വരത്തില്ല. നോക്ക് അവിടെ, എന്നാൽ ആ കളയെല്ലാം പറിച്ചു കളയാനല്ല പറഞ്ഞത്, രണ്ടും കൂടെ വളരട്ടെ. കൊയ്ത്തുകാലം വരും, കൊയ്ത്തുകാലം വരും. ഹാർവസ്റ്റ് ടൈം ഇസ് കമ്മിങ്. ആരോട് പറയാ, നിങ്ങളുടെ ഹാർവസ്റ്റ് വരും. നിങ്ങൾ ഇന്ന് കാണുന്ന ഇഷ്യൂസിൽ നിങ്ങൾ തീരത്തില്ല. ഇന്ന് കാണുന്ന ചില കളകൾ ഒരിക്കലും നിങ്ങളുടെ നന്മയെ ഡിവാല്യൂ ചെയ്യാൻ പറ്റത്തില്ല. ആ വീറ്റ് ഒരിക്കലും ഡിവാല്യൂഡ് ആകാൻ കോതമ്പ് എപ്പോഴും കോതമ്പ് തന്നെയാണ്. വിതച്ചത് കോതമ്പാണെങ്കിൽ കൊയ്യുന്നതും കോതമ്പായിരിക്കും. കോതമ്പ് എപ്പോഴും കോതമ്പ് തന്നെയാണ്. പ്ലീസ് നോക്ക്, നമ്മള് കർത്താവിന്റെ ഗ്രഹവിചാരമാണ്, കർത്താവിന്റെ വിതയാണ്. അങ്ങനെയാണെങ്കിൽ നല്ലതേ നമ്മളുടെ അകത്തുനിന്ന് നല്ലത് മാത്രമേ വരത്തുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവത്തിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ്. മരിച്ചവനെ ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൺലി ഗുഡ് വിൽ ഹാപ്പൻ ടു മീ. നന്മയല്ലാതെ എന്റെ ജീവിതത്തിൽ മറ്റ് ഒന്നും വരത്തില്ല. ദൈവമക്കളെ ഉറപ്പിച്ചോണം. ആ ധൈര്യം ദൈവമക്കളെ ഉണ്ടായിരിക്കണം. ഒന്നിനും കുറവ് ജീവിതത്തിൽ വരത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ചില വീടുകളെ തൊടും. കർത്താവിന്റെ മഹത്വം ചില ഭവനങ്ങൾക്ക് അകത്തടങ്ങും. നിങ്ങൾ തകർന്നിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രതികൂലങ്ങളെ ഈ നോട്ടം ഒന്ന് മാറ്റിയാൽ മതി. ടേക്ക് യുവർ അറ്റൻഷൻ ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ ആ കമന്റ്സ്, ആ നെഗറ്റീവ് കമന്റ്സ് പിന്നെയും വായിച്ചപ്പോൾ ഹോളി സ്പിരിറ്റ് പറയാ, നീ അതിന്റെ അകത്ത് പോസിറ്റീവായിട്ട് എത്ര കമന്റ്സ് ഉണ്ട്, നീ എന്തുകൊണ്ട് അത് വായിക്കാത്തെ, അതുകൊണ്ട് അതന്നെ നീ പിന്നെ ഒന്നുകൂടെ നോക്കാത്തത്, ഈ നെഗറ്റീവായിട്ടുള്ള കാര്യം നീ എന്തിനാ പിന്നെയും നോക്കുന്നത്? നോക്ക് പ്രീസ, എന്റെ ഉള്ളിലൊരു അലാം അടിക്കുന്നത് പോലെയായിരുന്നു. എന്റെ ഉള്ളിൽ കർത്താവ് ഒരു പുതിയ പ്രകാശം തരികയായിരുന്നു, പുതിയൊരു ബലം തരികയായിരുന്നു. ടേക്ക് യുവർ അറ്റൻഷൻ അബൌട്ട് ഫ്രം ഓൾ നെഗറ്റീവ് തിങ്സ്. എല്ലാ നെഗറ്റീവായിട്ട കാര്യങ്ങളിൽ നിന്നും നമ്മുടെ നോട്ടം ഒന്ന് മാറ്റിക്കേ, നമ്മുടെ അറ്റൻഷൻ ഒന്ന് മാറ്റിക്കേ. എന്നിട്ട് വിശ്വാസത്തിന്റെ നായകനും ആ പൂർത്തി വരുത്തുന്നവനുമായ ആ യേശുവിനെ മാത്രം ഒന്ന് നോക്കിക്കേ. അവനിലോട്ട് നോക്കുന്നവർ എല്ലാവരും പ്രകാശിതരാകും. ഒരു വ്യക്തിയുടെയും മുഖം ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി, എന്തെങ്കിലുമൊക്കെ ആ ബിന്നിന്റെ അകത്തോട്ട് കളയാനുണ്ടെങ്കിൽ, ആ ട്രാഷിന്റെ അകത്തോട്ട് ഇടാനുണ്ടെങ്കിൽ അതിനെ ലിമിറ്റ്. ആ വിഷയം ഞാൻ ഇടയ്ക്ക് പറയുന്നതാണ്, സ്ക്രോൾ, സെലക്ട് ആൻഡ് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് വേണ്ടാത്തതെല്ലാം എന്ത് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അതിനൊക്കെ അതിന്റെ സ്ഥാനം നോക്ക് ആ ബിന്നിന്റെ അകത്താണ്. അതിന്റെ സ്ഥാനം ട്രാഷിന്റെ അകത്തോട്ട് അത് പോകട്ടെ. പ്രൈസ് നോക്ക്, നല്ലത് മാത്രം, കർത്താവ് ചെയ്ത നന്മകളൊക്കെ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നേ. അവൻ നല്ലവനാണ്. ആ വേദന ഉള്ളപ്പോഴും പറഞ്ഞ് ആ ശരീരം വേദന എടുക്കുന്നുണ്ടായിരിക്കും. ഇന്ന് അത്ഭുതം നടക്കുമെന്ന് പറയുമ്പം നമ്മുടെ കാലിന് നിൽക്കാൻ. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. എവിടെ ചെന്നാലും കല്ലേറാണ്, എവിടെ ചെന്നാലും ഓടിച്ചിട്ടിടിയാണ്, എവിടെ ചെന്നാലും എവിടെ പ്രസംഗിക്കുന്നു അവിടെയെല്ലാം നല്ല ഒന്നാന്തര അടിയാണ് പൗലോസ് അപ്പോസ്തലന് കിട്ടുന്നത്. താൻ പറയുകയാണ്, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. അപ്പൊ നമ്മുടെ വാക്കുകൾ അനേകരെ ജീവിപ്പിക്കുകയും അനേകരെ ധൈര്യവും ബലവും കൊടുക്കുന്ന വാക്കുകളാണ്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, അത് തന്നെ വിളിച്ചു പറയണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തക്ക സമയമാകുമ്പം എനിക്കൊരു കാര്യം അറിയാം, ഞാൻ കടന്നു പോകുന്ന ഏത് സിറ്റുവേഷന്റെ അകത്തുനിന്നും എന്റെ കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് ഇന്ന് ധൈര്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പുതുബലത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവനാർക്കും കടക്കാരനല്ല. കർത്താവിനെ പ്രതി ദൈവവൈതലിൽ നീ ഇറങ്ങി തിരിച്ചെങ്കിൽ, നിന്റെ വീട് കർത്താവിനെ പ്രതി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ വീടിനെ മാനിക്കും. ദൈവവചനം പറയുന്ന പോലെ അവൻ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അവൻ നിങ്ങളെ അഭിഷേകം ചെയ്യും. നിങ്ങളുടെ ദേശത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭവനം നിങ്ങളുടെ ആയിരിക്കും. നിങ്ങളുടെ ദേശത്ത് ഏറ്റവും സന്തോഷമുള്ള വീട് നിങ്ങളുടെ ആയിരിക്കും. ഏറ്റവും സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന വീട് നിങ്ങളുടെ വീടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ നമ്മൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
പരിശുദ്ധാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ, എവിടെയെങ്കിലുമൊക്കെ നെഗറ്റീവ് തോട്ട്സ് ഞങ്ങളുടെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെയെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അതിനെയെല്ലാം യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവിന്റെ അത്ഭുതകരം ഓരോരുത്തരെയും തൊടണം. ഞങ്ങളുടെ നോട്ടം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ആക്കണം. അവനിലോട്ട് നോക്കുന്നവരാണ് പ്രകാശിതരാകുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വേണ്ടാത്ത കളകളും, ഇന്ന് ആ കളയുടെ ഉപമ കർത്താവ് പറഞ്ഞതുപോലെ ആ കള മുഴുവൻ അത് തീക്കകത്തോട്ട് പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കൾ കടന്നു പോകുന്ന എല്ലാ വെല്ലുവിളികളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. കർത്താവിന്റെ അത്ഭുതകരം കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങൾ അഴിയട്ടെ, സാത്താന്യ പ്രവൃത്തികൾ അഴിയട്ടെ, പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ, വീടുകൾ വിടുവിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവികമായ നന്മ, ദൈവികമായ സമാധാനം വീടുകളിൽ ഉണ്ടാകട്ടെ. എന്നെ ജോയ് എന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നു, സാലി എന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദ ലോർഡ് ഇസ് ഗോയിങ് ടു ടച്ച് യു. നിങ്ങളുടെ വീടിനെ കർത്താവ് തൊടുകയാണ്, നിങ്ങളുടെ ഭവനത്തെ കർത്താവ് തൊടുന്നു, നിങ്ങളുടെ വീടിന്റെ അവസ്ഥ എന്റെ കർത്താവ് മാറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ആ ഭവനത്തിന്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അതുപോലെ സാറ എന്നൊരു മോളെ കർത്താവിനെ കാണിക്കുകയാണ്. ഒരു കോളേജ് പ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാറ എന്നൊരു മോളെ കർത്താവിനെ കാണിക്കുകയാണ്. കർത്താവിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ചില വിഷയങ്ങളിൽ അവൾ ഭാരപ്പെട്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിൻ കർത്താവിന്റെ അത്ഭുതകരം, കൃപയുടെ കരം ഇറങ്ങട്ടെ. അവിടെ ബലഹീനതകളിൽ ദൈവശക്തി തികഞ്ഞു വരട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരമോടെ നീട്ടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തികമായ വെല്ലുവിളികളൊക്കെ മാറട്ടെ യേശുവിൻ നാമത്തിൽ. ചില കടഭാരത്തിലൊക്കെ നിൽക്കുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. ജപ്തി നടപടികളുടെ മുമ്പിൽ കേൾക്കുന്നവരുണ്ട്. അതുപോലെ സാമ്പത്തികമായ ചില വെല്ലുവിളികളുടെ മുമ്പിൽ എന്നെ കേൾക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ചില വഴികൾ സ്വർഗമൊരുക്കുന്നതിനായി സ്തോത്രം. സ്വർഗത്തിന്റെ കിളിവാതിലുകളെ നിന്റെ മക്കൾക്ക് വേണ്ടി തുറക്കണമേ. അവിടുത്തെ വാക്കുപോലെ ഞാൻ ഇടപോരാതെ വണ്ണം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇടപോരാതെ വണ്ണം കർത്താവിന്റെ വലിയ നിറവ് നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി നന്മകൾ വരട്ടെ, ധാരാളമായി ദൈവകൃപ വരട്ടെ. അത്ഭുതമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസവും നിങ്ങളെ ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. So God bless you. Have a wonderful day and share the video. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് എല്ലാം പറയാം. Don't focus on all these negative things in your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ നെഗറ്റിവിറ്റിയിലോട്ട് അതിലോട്ട് ഫോക്കസ് ചെയ്യാതെ ഫോക്കസ് ഓൺ ദ ഗുഡ് തിങ്സ്, ഫോക്കസ് ഓൺ ദ ഗുഡ് ഗിഫ്റ്റ്സ് that God has given you. ദൈവം ചെയ്ത ആ നന്മകളിലോട്ട് മാത്രം ഒന്ന് നോക്കി ആ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് ഇരുന്നേ. എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്, God will add everything. ദൈവവചനം പറയുകയാണ്, നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിങ്ങളെ പിന്തുടരും. ദാറ്റ് ഇസ് വാട്ട് ഗോയിങ് ടു. നിങ്ങളുടെ ജീവിതത്തെ പിന്തുടരുന്ന പ്രോബ്ലം അല്ല. ചിലർ പറയുന്ന പ്രോബ്ലം നോ പ്രോബ്ലം അല്ല. പ്രോബ്ലം വൺ പ്രോബ്ലം ആഫ്റ്റർ അനദർ പ്രോബ്ലം. അങ്ങനെയല്ല പ്രോബ്ലം അല്ല പിന്തുടരാൻ പോകുന്നത്. ദൈവവചനം പറയുന്ന ഐ ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ഡു യു ബിലീവ് ഇൻ ദിസ് വേർഡ്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ അത് എന്നെ പിന്തുടരും. ദോസ് തിങ്സ് ആർ ഗോയിങ് ടു ഫോളോ. ഓൺലി ഗുഡ് തിങ്സ് ആർ ഗോയിങ് ടു ഫോളോ മീ. അത് മാത്രമേ എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. So God bless you. God bless you. And share the video also. Share the video. Let it be a blessing to many people. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you. God bless you. Have a wonderful day. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. Bless you. Love you all in Jesus' name. Amen.